ഇപ്പോൾ ഡോക്ടർ ഹാരിസ് എന്റെ ശസ്ത്രക്രിയ മുടക്കേണ്ട കാര്യം എനിക്കെന്താ ശസ്ത്രക്രിയ മുടക്കിയിട്ടുണ്ട്? ഉപകരണം ഇല്ലായിരുന്നു, അതിലൊരു ഉറച്ചു നിൽക്കാം. താങ്കൾ ഒരു ഘട്ടത്തിൽ പോലും സൂപ്രണ്ടിനോടോ മെഡിക്കൽ പ്രിൻസിപ്പലിനോടോ ഈ കാര്യം അറിയിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. എത്രയോ പ്രാവശ്യം അവരെ അറിയിച്ചതാണ്. അവിടെ HDSലെ ഒരു സ്റ്റാഫ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ കുട്ടിയാണ് എല്ലാ ദിവസവും പോയി അവിടെ പോയി പറയുന്നത്, ഇല്ല ഉപകരണം ഇല്ല, തീർന്നു, പ്രോബ് ഒടിഞ്ഞു പോയി, പ്രോബിന് 3 എണ്ണം ഉള്ളൂ, അതിൽ ബാക്കി 2 ഉള്ളൂ, ബാക്കി 1 ഉള്ളൂ, 1 കൂടെ ഒടിയാറായി, 2 ആഴ്ചയേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ എന്നിങ്ങനെ കൗണ്ട് ഡൗൺ മാതിരി പറഞ്ഞോട്ട് ഇങ്ങനെ അവരെ അറിയിച്ചതാണത്. വ്യാജമായ ഒരു റിപ്പോർട്ടിൽ താങ്കൾക്കെതിരെ പ്രതികാര നടപടി എടുക്കുകയാണ് എന്നാണോ? തീർച്ചയായിട്ടും. അവരിപ്പോ ഈ റിപ്പോർട്ടിൽ അവരെന്താണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മൊത്തം കള്ളമാണെന്നാണ് ഒറ്റ രീതിയിൽ. ആ റിപ്പോർട്ട് ഒന്നുകിൽ വ്യാജം, ആ റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്മോയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജമാണ്. എന്തോ ആരോപണങ്ങളാണ് താങ്കൾക്കെതിരെ ഉള്ളത്. ഒരു കടുത്ത നടപടിക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കത്തനുസരിച്ചാണ് ഉണ്ട്. നടപടി എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അതെനിക്കറിയില്ല, എന്താണ് നടപടി എന്നൊന്നും എനിക്കറിയത്തില്ല. ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നല്ല ബോധ്യമുണ്ടല്ലോ അല്ലേ? ചട്ടലംഘനം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ചട്ടലംഘനമാണല്ലോ. അതിപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ വഴികളും നമ്മൾ അടയുമ്പോൾ പിന്നെ അവസാനം എടുത്ത വഴിയാണത്. അതിപ്പോ അവർക്ക് അതൊന്നറിയില്ല, അതെന്താണെന്നുള്ളത് അങ്ങനെ അറിയില്ല. അവരുടെ മുഖം രക്ഷിക്കാൻ അവർ നോക്കും. താങ്കൾ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ള അല്ലെങ്കിൽ പല മന്ത്രിമാർക്കും ബോധ്യപ്പെടാത്തത്? താങ്കളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള തരത്തിലാണ് പല പ്രതികരണങ്ങളും ഉണ്ടായത്. അതിന്റെ ഒരു ഭാഗമായി തന്നെ ഇപ്പോൾ അതെ, അവർക്ക് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉണ്ടല്ലോ. അവർക്ക് എന്തായാലും അത് പ്രതികാരം എന്താ അത് പ്രതികാരമാണോ എന്താണെന്ന് അറിയില്ല. പ്രതികാരം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ വളരെ കുറച്ചതാണ്. എൻ്റെ അഭിപ്രായങ്ങൾ വളരെ ഉറച്ചതാണ്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ പ്രൂഫും അതിനകത്തുണ്ട്, എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുകയും ചെയ്യാം. ഇത് അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഉപകരണങ്ങളുടെ ക്ഷാമവും എല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾ വളരെ മന്ദഗതിയിലാണെന്നുള്ളതും അവർക്കറിയാവുന്നതാണ്. ഇപ്പോഴും ഉപകരണങ്ങൾ പലതും അവിടെ ഇല്ല എന്നുള്ളതും അവർക്കറിയാം. തീർച്ചയായിട്ടും. പിന്നെ തന്നെ ഞാൻ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത്. എനിക്കതിനകത്ത് നടപടികൾ നേരിട്ടല്ലേ പറ്റുള്ളൂ. അതിനിപ്പോൾ നമുക്ക് നടപടികളെ ഇപ്പോൾ പേടിച്ച് നമുക്ക് അങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റും. നടപടികൾ എന്തായിട്ട് വരട്ടെ. അതിപ്പോൾ നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അതിപ്പോൾ നടപടികളല്ല. ആ 27-ാം തീയതി 28 അത് അതിന്റെ ആ പ്രോബ് ഉപയോഗിച്ചിട്ടല്ല ആ പ്രോബ് ഉപയോഗിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഞാൻ വേണമെങ്കിൽ തുറന്ന് പറയാം. അതിനകത്ത് വേറെ ഒരു ഡോക്ടറുണ്ട്, അടുത്ത് സാജു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വേറൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നമ്മുടെ അവിടെ പല ഡോക്ടർമാരുടെയും കൈവശം സ്വന്തമായിട്ട് ഉപകരണങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉപകരണങ്ങളല്ല, അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിവിലുള്ളതല്ല, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോക്കിലുള്ളതല്ല, ബയോമെഡിക്കലിൻ്റെ സ്റ്റോക്കിലുള്ളതല്ല. അതിനകത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ ഒന്നും ഉള്ളതല്ല. ISOയുടെ നമ്മൾ എഴുതി കൊടുക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും FDA, CE, പിന്നെ ISO ഈ സ്പെസിഫിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷനുള്ള ഉപകരണങ്ങളാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതിൻ്റെ മാത്രം ആക്സസറീസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മാത്രം ആക്സസറീസ് ഉപയോഗിക്കാവൂ എന്ന് കമ്പനി പല പ്രാവശ്യം വാണിംഗ് തന്നിട്ടുണ്ട്. അതല്ലാത്ത എന്ത് ആക്സസറി ഉപയോഗിച്ചാലും നമുക്ക് ആ ഉപകരണത്തിൻ്റെ മേളിൽ യാതൊരു കേടാകുന്നതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ കമ്പനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഉപകരണം എന്ന് പറയുന്നത് 27 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ഇമ്പോർട്ടഡ് സാധനമാണ്. ഇതിൻ്റെ ഉപകരണത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഈ 1000 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഉപകരണം വാങ്ങിച്ചിട്ട് ചെയ്യാം. അത് അവർ ഈ പറഞ്ഞിരിക്കുന്ന EMS ലിത്തോ ക്ലാസിൻ്റെ അവരുടെ അധികാരികൾ അവർ പല പ്രാവശ്യം വന്ന് എനിക്ക് നേരിട്ട് വാണിംഗ് തന്നിട്ടുള്ളതാണ്. ഇതിന് എന്തെങ്കിലും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം അത് ഹാങ് ആയി പോയതാണ്. പിന്നെ നമ്മൾ കമ്പനി ഹൈദരാബാദിൽ നിന്ന് എഞ്ചിനീയർ വന്ന് റിപ്പയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കഴിഞ്ഞ് ഇത് സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ എന്ത് ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതറിയാം. ഇപ്പോൾ ഇവിടെ പല കമ്പനിക്കാരും അതിനകത്ത് 1000 രൂപ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നുണ്ട്. നമുക്ക് 1000 രൂപയ്ക്ക് നടത്തിയ ഉപകരണം കടം വാങ്ങിയതാണ് മറ്റൊരു ഡോക്ടർ. അത് അദ്ദേഹത്തിന്റെ കൈവശമുള്ളതായിരിക്കും. പുള്ളിയുടെ സ്വന്തം ഉപകരണമാണ്. അത് പുള്ളിയുടെ സ്വന്തം. ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. ഏതിന്റെ ആവശ്യക്കാരൻ? പ്രോബ് ഇപ്പൊ കിട്ടുന്നുണ്ട്. പ്രോബ് അതിനുശേഷം പ്രോബ് നമ്മൾ 3 മാസം വെയിറ്റ് ചെയ്തിരുന്ന പ്രോബ് വിതിൻ 24 hours എത്തി. ബാക്കി എന്തെങ്കിലും ഉപകരണങ്ങളുടെ ക്ഷാമം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ESW എന്ന് പറഞ്ഞ ഉപകരണം 2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞാനത് മെമ്മോയിൽ അദ്ദേഹത്തിന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളത് 10 വർഷവും ഏതാണ്ട്
4000 രോഗികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര രോഗികൾക്ക് അപ്പോൾ ESWL ഉപയോഗിക്കേണ്ടതാണ്. അതിപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ആ മെഷീൻ ഇല്ല. അത് നമ്മൾ അതിൻ്റെ പുറകെ ഓടുകയാണ്. ഈ കഴിഞ്ഞ ഇപ്പോൾ HDS കമ്മിറ്റിയിൽ അത് പാസ്സാക്കിയിട്ട് തന്നെ വർഷം 1 കഴിഞ്ഞു. അത് ഇതുവരെ ആ മെഷീൻ എത്തിയിട്ടില്ല. അതിന് പലതരം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പല ഓഫീസുകൾ കിടന്ന് കറങ്ങുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഡോക്ടറെക്കാളും വളരെ ഉന്നതരായ 4 ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം അവരിൽ നിന്നെല്ലാം വിവരം ശേഖരിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് മന്ത്രിക്ക് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത്. അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാരെല്ലാം കാര്യങ്ങൾ പറഞ്ഞതുകൂടി ആയിരിക്കുമല്ലോ വന്നത്. അതിന് ഡോക്ടർ പറയുന്നത് ശരിയല്ല എന്ന് ഈ 4 അംഗ സമിതി കണ്ടെത്തിയാണ്. അവർക്ക് ഇതിനകത്ത് താല്പര്യത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ. അതെനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. അതിന് ബാക്കി ഡോക്ടർമാരെന്താണ് അറിയിപ്പ് കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. വകുപ്പ് മേധാവി എന്നുള്ള നിലയ്ക്ക് എൻ്റെ നേരെ നേരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനാണ് ഉത്തരം കാണേണ്ടത്. അത് ബാക്കിയുള്ളവർ ഉൾപ്പെടെ നമുക്ക് ഉപകരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയുന്നതിനകത്ത് നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. അവരും എന്നോടാണ് ഉപകരണം ചോദിക്കുന്നത്. അപ്പോൾ ഉപകരണം വയ്ക്കേണ്ടതും ആ ഉപകരണം സൂക്ഷിക്കേണ്ടുന്നതും അതിന് എഴുതി കൊടുക്കേണ്ടുന്നതും അത് സമയത്തിന് കിട്ടേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് വകുപ്പ് മേധാവിയുടെ ഉത്തരവാദിത്തമാണ്. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശം എനിക്കുണ്ട്. ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കൈവിടുന്നു എന്നൊരു തോന്നലുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് പറയാനൊന്നുമില്ല. നോക്കണം. അതെൻ്റെ അറിവോടുകൂടിയൊന്നുമല്ല. അത് നമ്മൾ പല ഡിപ്പാർട്ട്മെൻറ്റാണ്, 3 യൂണിറ്റുകളാണ്. ആ ഒരു യൂണിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റേ യൂണിറ്റിനെ പറ്റി യാതൊരു ധാരണയില്ല. അപ്പോൾ 3 യൂണിറ്റാണ് അവിടെ ഉള്ളത്, യൂറോ 1, 2, 3. അപ്പോൾ നമ്മൾ മറ്റു യൂണിറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയുകയില്ല. മേധാവി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഉപകരണങ്ങളുടെയും കസ്റ്റഡി എൻ്റെ കയ്യിലാണ്. എല്ലാ ഉപകരണങ്ങളുടെയും ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ് ഇപ്പം നിലവിൽ. ഡോക്ടറെ, ചട്ടലംഘനമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടറും അത് സമ്മതിക്കുന്നുണ്ട്. ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ചട്ടം ലംഘിക്കപ്പെട്ടിരുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടിയാണ്? അതറിയില്ല, എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല എന്നല്ല, എന്താണെന്നെങ്കിലും നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. എന്തെങ്കിലും അതതിൻ്റെ മറുപടി എഴുതി വെച്ചിരിക്കുന്നു. അതാണ് ഞാൻ താമസിച്ചത്. ഇത്ര സമയം എല്ലാം വിത്തതല്ലോ. ഇത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കുന്നത്. ഞാൻ എന്റെ കൈപ്പടയിൽ എഴുതി. ആരോഗ്യവകുപ്പ് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി തന്നെ വിശദീകരണം നൽകുമെന്നതാണ്. പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ഹാരിസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.